7 വർഷങ്ങൾ മാറഞ്ചേരിയിൽ പഠനം നടത്തിയ ഷെയ്ഖ് യൂസുഫുൽ ഖാദിരി റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ തന്നെ കൈപിടിച്ചുയർത്തിയ പഴുന്നാന മൂപ്പരുടെ സമീപം വരാറുണ്ടായിരുന്നു. ഹജ്ജിന് ഭാഗ്യം ലഭിച്ച മഹാൻ അന്നത്തെ ഏറ്റവും വലിയ ഷെയ്ഖായിരുന്ന ഷെയ്ഖ് സയ്യിദ് അലവി മാലിക്കി റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യാനും ഇജാസത്തുകൾ കരസ്ഥമാക്കാനും സാധിച്ചു. അള്ളാഹുവിന്റെ പ്രത്യേക കരുണയുണ്ട്. കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കാനും ഭാഗ്യം ലഭിക്കുകയുണ്ടായി. ഖാദിരിയ ത്വരീഖത്തിന്റെ രാജപാത സ്വീകരിക്കുന്നതിന് പഴുന്നാന ഷെയ്ഖ് ഉമർ ഹാജി തന്റെ ആത്മീയ ഗുരുവായ ഐലക്കാട് സിറാജുദ്ദീൻ ഖാദിരിയുടെ ചാരത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോഴേക്കും വിജ്ഞാന കുതുകിയായ യൂസുഫുൽ ഖാദിരി സകല വിജ്ഞാന ശാഖകളിലും പ്രാവീണ്യം നേടിയ കരുത്തനും ഗ്രന്ഥങ്ങളുടെ ഉൾപ്പൊരുളറിഞ്ഞ പണ്ഡിതനുമായി അറിയപ്പെട്ടു. ദിക്റിന്റെ മാസ്മരിക ലഹരിയിൽ ലയിച്ച ശൈഖുന പലപ്പോഴും വിവിധ ഹാലുകളിൽ ആറാടാൻ തുടങ്ങി. സൂഫി തത്വചിന്തയുടെ പാലും തേനും കുടിച്ചവരിങ്ങനെയാണ്. യൂസുഫ് ഹാജിയിൽ വിത്തുപാകിയത് ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹു, മുളപ്പിച്ചത് അബ്ദുർ റസാഖ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, വളർത്തിയത് ഷെയ്ഖ് സിറാജുദ്ദീൻ ഖാദിരി റളിയല്ലാഹു അൻഹു പഴുന്നാന മൂപ്പരും റളിയല്ലാഹു അൻഹു. അപ്പോൾ പിന്നെ ആത്മീയ നീരാട്ടിൽ നീരാടി തിമിർക്കാൻ മറ്റെന്ത് വേണം? മലബാറിന്റെ ഉമർ ഖയ്യാമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഇച്ചമസ്താൻ റളിയല്ലാഹു അൻഹു പാടി പറഞ്ഞ 2 വരി കാവ്യമാണിവിടെ അനുയോജ്യം. അന്ന് പാടാവള്ളിയിൽ ജനിച്ചവർ ഇന്ന് പഴുനാനയിൽ വാഴും പൂങ്കമ.